Hi friends, welcome to another video of English Guru. ഇന്നത്തെ ഇംഗ്ലീഷ് ഗുരുവിൻ്റെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 2 points എന്ന് പറയുന്നത് മസ്റ്റ് ആൻഡ് ഹാവ് ടു. വി ഓൾറെഡി നോ ദാറ്റ് ബോത്ത് ടോക്ക് അബൌട്ട് ഒബ്ലിഗേഷൻസ് അല്ലേ. ഹൗ എവർ രണ്ടിൻ്റെയും ഉപയോഗത്തിൽ ചെറിയൊരു മാറ്റമുണ്ട്. നമ്മുടെ ഷുഡ്, മസ്റ്റ്, ഹാവ് ടു എന്നീ ക്ലാസ് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടെങ്കിൽ യു മൈറ്റ് ഓൾറെഡി നോ ദാറ്റ്. ഹാവ് ടു എന്ന ടേം ഉപയോഗിക്കുന്നത് പല കാര്യങ്ങളിലായിട്ടാണ്. എന്ന് വെച്ചാൽ ഇറ്റ് മൈറ്റ് ബി ആൻ ഒബ്ലിഗേഷൻ, അതേഴ്സ് ഡിസൈഡ് ഫോർ അസ്. ഇനി അതല്ലെങ്കിൽ ഇറ്റ് മൈറ്റ് ബി എ ലോ, അല്ലെങ്കിൽ ഒരു റൂൾ ആവാം. എന്തൊക്കെയാണെങ്കിലും ഇറ്റ് കൻ നോട്ട് ബി ചേഞ്ച്ഡ്. ഇത് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അറ്റ് ഇംഗ്ലീഷ് ഗുരു വി ഹാവ് ടു ഷോ അവർ പാസ് ടു എൻ്റർ ദ ബിൽഡിംഗ്. ഇത് ഇംഗ്ലീഷ് ഗുരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു റൂളാണ്. അതുകൊണ്ട് വി ഹാവ് ടു ഷോ ദ പാസ്. അറ്റ് ദ സെയിം ടൈം മസ്റ്റ് എന്ന ടേം നമ്മൾ ഉപയോഗിക്കുന്നത് ഒബ്ലിഗേഷൻസ് വി ഡിസൈഡ് ഫോർ അവർ സെൽസ് ഓർ അതേഴ്സ്. നമ്മളായിരിക്കും ആ ഒബ്ലിഗേഷൻ ഡിസൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരാളോട് പറയുകയാണ് യു മസ്റ്റ് ബി പങ്ക്ച്വൽ. ഇത് നമ്മളാണ് അയാളോട് പറയുന്നത് അല്ലേ. അതൊരു റൂളോ അല്ലെങ്കിൽ ഒരു ലോയോ അങ്ങനെ ഒന്നും അല്ല. ഇനി അതല്ല എങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ പറയാറില്ലേ, ഐ മസ്റ്റ് എക്സസൈസ് മോർ ഓഫ്റ്റൺ അല്ലേ. ഈ രീതിയിലാണ് ഇതിൻ്റെ ഡിഫറൻസുകൾ വരുന്നത്. സോ ഇഫ് വി വാണ്ട് ടു ലേൺ ഇംഗ്ലീഷ് വി മസ്റ്റ് പ്രാക്ടീസ് ഓർ വി ഹാവ് ടു പ്രാക്ടീസ്. എന്താണ് ശരി? നിങ്ങളൊന്ന് പറഞ്ഞേ.